നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് ഷോക്ക് വന്ന ആളുകൾ, അതുപോലെ കിഡ്നി നഷ്ടപ്പെട്ടവർ ഒക്കെ 48 മണിക്കൂർ നേരം കൊണ്ട് ഇത് മാറ്റി വിടുന്നുണ്ട്. ചിലവർക്ക് 24 മണിക്കൂർ നേരം കൊണ്ട് വിടുന്നുണ്ട്. പക്ഷേ അതുപോലെ ഏത് ക്യാൻസർ ആണെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത നിരവധി ചരിത്രങ്ങളുണ്ട്. പക്ഷേ ആ മാറിപ്പോയ ആളുകൾ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് മറ്റുള്ളവരോട് പറയാൻ തയ്യാറില്ല. എല്ലാവരും കൂടി എനിക്കെതിരെ തെളിവുണ്ടാക്കുക. അപ്പോൾ ഞാനൊരു കാര്യം ഇനി മാറ്റം വരുത്താണ് ഇതിൽ. ഇന്ന് മുതൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ഷോക്ക് വന്ന ആളുകൾ, അതുപോലെ കിഡ്നി കേട് വന്ന ആളുകൾ, പിന്നെ ക്യാൻസറായിട്ട് ഇനി കഴിയില്ല എന്ന് പറഞ്ഞ ആളുകൾ വളരെ പെട്ടെന്ന് കോടതിയിൽ പോയിട്ട്, ഹൈക്കോടതിയിൽ പോയിട്ട് പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടായിക്കൊണ്ടല്ലോ. ഹൈക്കോടതിയിൽ പോയിട്ട് നിങ്ങളൊരു റിവ്യൂ കൊടുക്കണം, ഒരു അർജി കൊടുക്കണം. ആ അർജിയിൽ പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നിങ്ങൾക്കൊരു ഓർഡർ തരും. അതായത് ഈ ക്യാൻസറിന് ചികിത്സിക്കാമെന്നും അതിന് ഇത്ര രൂപ നഷ്ടപരിഹാരം വാങ്ങാമെന്നും ഉള്ള ഒരു കാര്യം തരും. നഷ്ടപരിഹാരത്തിന് നിങ്ങൾ അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും ശരിയായതിൻ്റെ ശേഷം മാത്രം മതി ഈ ഭാഗത്തേക്ക് വരിക. അതായത് കോടതിയുടെ ഓർഡർ ഇല്ലാണ്ട് അങ്ങോട്ട് വരണ്ട. മാത്രമല്ല, എനിക്കുള്ള ചികിത്സാ ചിലവ് ഈ കിഡ്നി കേടുന്നതിനാണെങ്കിൽ 25 ലക്ഷം രൂപയും, ഈ എയ്ഡ്സ് ഉള്ളവന് 40 ലക്ഷം രൂപയും, അതുപോലെ പിന്നെ ഈ ഷോക്ക് വന്ന ആൾക്ക് 20 ലക്ഷം രൂപയും ഹൈക്കോടതിയിൽ കെട്ടിയിട്ട് അതിൻ്റെ മെമ്മോ മേടിക്കണം. ഈ പൈസ അവിടെ കെട്ടാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, GST അടക്കണം. അതിൻ്റെ രണ്ടിൻ്റെയും ബില്ലുണ്ടാവും. GST അവിടെ അടക്കണം, അതിൻ്റെ ബില്ലുണ്ടാവും. ആ ബില്ല് വെച്ചല്ലാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. കാലുമ്പോൾ മുറിയായിട്ട് ഉണങ്ങാത്ത ആളുകളൊക്കെ ഇനി ഇത്തരത്തിൽ വേണ്ടി വരും. അല്ലാണ്ട് ഞാൻ ഈ ലോക്കൽ പരാതികൾ ഇനി എടുക്കില്ല. കാരണം എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, എടപ്പാളിൽ നിന്ന് ഒരു ആശാരി, സതീഷ് എന്ന് പറഞ്ഞിട്ടൊരു ആശാരി ഒരു വലിയ രീതിയിൽ കംപ്ലയിൻറ്റ് പറയാൻ ഇടയായതാണ്. ഇത് സമാനമായ കംപ്ലയിൻറ്റ് പൊന്നാനിയിൽ നിന്ന് ഇതിൻ്റെ മുമ്പ് കുറേ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല. നിയമത്തിൽ കൂടെ ആണെങ്കിൽ നിയമത്തിൽ കൂടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ രോഗമുണ്ടെന്നും ഇത് ഇന്ന ആശുപത്രി ചികിത്സിച്ചിട്ട് വന്നതാണെന്നും അത് മാറ്റണമെങ്കിൽ ഈ കോടതിയുടെ എമർജൻസി പിന്നെ ഓർഡർ വേണമെന്ന് നിങ്ങൾ കോടതി കൊടുത്താൽ എമർജൻസി ഓർഡർ തരും. ആ ഓർഡറിൽ തരുമ്പോൾ 2-3 കാര്യങ്ങളുണ്ടാവും അതിൽ. ആ കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് ചെയ്യണം. അതിൽ ഇവിടെ വന്നാൽ നിങ്ങൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കെതിരെ ഉള്ളൊരു കംപ്ലയിൻറ്റ് അതേ വക്കീൽ എഴുതി തരണം. രേഖാമൂലം എഴുതി തരണം. വക്കീൽ അതിൽ ഒപ്പ് വച്ചിരിക്കണം. ഈ രണ്ടും കൂടി കൂടിയിട്ടല്ലാണ്ട് ഞാൻ എൻ്റെ ഫയലിൽ വെക്കില്ല, അല്ലാണ്ട് അത് പരിഗണിക്കില്ല. കാരണം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാനത് എടുത്ത് എൻ്റെ ഫയലിൽ കൂടെ വെച്ച് ഈ സാധനം ശരിക്കും പബ്ലിഷ് ചെയ്യും. നിങ്ങളുടെ പേരും അഡ്രസ്സും ഈ വക്കീലിൻ്റെ ഒക്കെ അതിൽ നാട്ടുകാർ കാണും. മാത്രമല്ല, എനിക്ക് ഈ ഉള്ള കംപ്ലയിൻറ്റുകൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ക്യാൻസറിന് മാറ്റി കൊടുത്ത ആളുകളൊക്കെ ഒന്ന് ജീവിച്ചിരിപ്പുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പേരൊന്നും ഒരാൾക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ചില അഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ചില ആളുകൾ ഞാൻ എഴുതി കൊടുക്കാണ്ട് അഡ്രസ്സായിട്ട് പോയിട്ടുണ്ട്. ആ പോയ ആളുകൾ ഈ പറഞ്ഞ ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവരിനോട് ചൂടാവുക ചെയ്യുന്നത്. ഈ സതീശൻ ഇതൊക്കെ ഒന്ന് കേൾക്കണം. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് മരണമല്ലാണ്ട് നിങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. വഴി ഉള്ളത് ഞാനാണ്. അതിന് എനിക്കിനി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. കോടതി ഓർഡർ ഇല്ലാണ്ട് നിങ്ങളുടെ ഒരാളുടെ ഒരു പെർമിഷൻ ഞാൻ എടുക്കില്ല. മനസ്സിലായല്ലോ? ഏത് എമർജൻസി ആണെങ്കിലും ഈ ഓർഡർ ഇല്ലെങ്കിൽ ഞാൻ മാറ്റി വെക്കും. മനസ്സിലായില്ലേ? എന്നെ വരെ ഒന്നും ചെയ്യില്ല. കാരണം ഹൈക്കോടതി മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മരുന്ന് തരേണ്ടതില്ല. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഈ സാധനം വേണ്ടി വരും. ഇപ്പം പറഞ്ഞ് മനസ്സിലായില്ലേ? ഓരോ ആളുകൾക്കുള്ള ചികിത്സാ ഫീസ് RCCന്ന് ക്യാൻസറായിട്ട് മടക്കിയാൽ 50 ലക്ഷം രൂപ അടക്കേണ്ടി വരും. അത് പൈസ ഇവിടെ അല്ല അടക്കേണ്ടത്, നിങ്ങൾ ഹൈക്കോടതിയിൽ അടക്കണം. അതിൻ്റെ GST ഉൾപ്പെടെ അടച്ചിട്ട് അതിൻ്റെ നമുക്ക് വേണ്ടതിൻ്റെ കടലാസാണ്. മനസ്സിലായില്ലേ? ആ ഒറിജിനൽ കടലാസ് വേണം. അതായത് ആ പൈസ അടച്ചതിൻ്റെ ഒറിജിനൽ രേഖ വേണം. മനസ്സിലായില്ലേ? ഇത് വെച്ചിട്ടേ ചെയ്യുള്ളൂ. ഇതിലധികം വരുന്ന ഫീസ് പിന്നെ നിങ്ങൾ അടക്കേണ്ടി വരും. ഇതിലധികം വരുന്നത് കാരണം ഇനി ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിനോ വിട്ടുവീഴ്ചക്കോ വിടുതലിനോ മറ്റുള്ള ഒന്നും ചെയ്യില്ല. ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങൾ പലരും മോശമാക്കിയതുകൊണ്ടാണ്. ഇവിടുത്തെ ലീഗുകാർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തീരുമാനത്തിന് പോയത്. അതുകൊണ്ട് ഡോക്ടർമാർക്കെതിരെയും ആശുപത്രിക്കെതിരെയും നടപടി ഹൈക്കോടതിയിൽ ശുപാർശ ചെയ്ത പേപ്പറില്ലാണ്ട് നിങ്ങളുടെ ഒരാളെ എടുക്കില്ല ഞാൻ. ഓക്കെ, ഞാനിവിടെ കൊപ്പത്ത് ഗവൺമെൻറ് ആശുപത്രിയുടെ മുന്നിലുണ്ട്. എപ്പോൾ വന്നാലും കാണാം. ഇനി എമർജൻസി കേസുകൾ, ആക്സിഡൻറ്റ് കേസുകൾ മാത്രമേ എടുക്കുള്ളൂ, മറ്റുള്ള ഒന്നും എടുക്കില്ല. മനസ്സിലായില്ലേ?